നമ്മളെ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് സലീം കുമാർ. അദ്ദേഹം ഇന്നലെ തൊട്ടേ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലായിരുന്നു. രാത്രിയായപ്പം അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. വളരെ നല്ലൊരു കലാകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ ആശുപത്രിയിലായ സമയം തൊട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ അടിയിലും കമൻ്റ് ഇടുന്ന കുറേ സഖാക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പബ്ലിക്കായി പറയുകയും UDFനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ ആ സലീം കുമാറിനെ വിളിക്കുന്ന ചീത്ത കേട്ട് കഴിഞ്ഞാൽ അത്രയും മോശമായ രീതിയിലാണ് സീരിയസ് കണ്ടീഷനിൽ ആശുപത്രിയിൽ കിടക്കുന്ന സലീം കുമാറിനെ പറ്റി ആദ്യമെല്ലാം ഇവന്മാർ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ അദ്ദേഹം മരിക്കുകയും ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ പോലും എന്ത് മോശമായ രീതിയിലാണ് നിങ്ങളെല്ലാവരും കമൻ്റ് ഇടുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഒരു മനുഷ്യനെ കാണുന്ന രീതിയാണ്. അവരുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാത്ത മറ്റെല്ലാ മനുഷ്യരോടും അവർക്ക് എന്തുമാത്രം ദേഷ്യവും പകയുമാണ്. അതുമാത്രമല്ല, സലീം കുമാർ ഇലക്ഷൻ സമയത്തും പബ്ലിക്കായി UDFനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ എല്ലാം വാശിയാണ് ഇപ്പോഴേ വയ്യാതെ കിടക്കുന്ന അദ്ദേഹത്തിനെ പറ്റി ഇത്രത്തോളം മോശം പറയുകയും അതിനുശേഷം അദ്ദേഹം മരിച്ചു പോയിട്ട് പോലും വേട്ടയാടുന്ന കുറേ വിവരമില്ലാത്ത അടിമകളെന്ന് തന്നെ ഇവറ്റകളെ പറയണം. കാരണം ഇത്രയും വിവരമില്ലാത്ത കുറേ വർഗ്ഗങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. സ്വന്തം പാർട്ടിക്കാരനല്ലെങ്കിൽ വായി തോന്നിയത് എന്തും വിളിച്ച് പറയും. അതെത്ര മോശമായാലും അവർക്കൊരു കുഴപ്പവുമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം നിങ്ങളുടെ സ്വന്തം അച്ഛനോ അമ്മയും മറ്റേതെങ്കിലും ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു നിലപാടെടുക്കുമോ? ഇത് അദ്ദേഹം പരസ്യമായി UDF ആണ്, അല്ലെങ്കിൽ UDFനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഇത്രയും വയ്യാത്തൊരു കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ പോസ്റ്റിൻ്റെ അടിയിലും വന്ന് ഇത്രത്തോളം നെഗറ്റീവാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി എന്നൊരു ന്യൂസ് വന്നിട്ട് കൂടി ആ ഒരു വേട്ടയാടലിന് ഒരു അവസാനമില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം, അല്ലെങ്കിൽ ഒരു മരണ ന്യൂസിൻ്റെ എല്ലാം അടിയിൽ വന്ന് ഒരുപാട് നെഗറ്റീവ് കമൻസാണ് ഇടുന്നത്. നിനക്ക് അങ്ങനെ തന്നെ വേണം, നീയൊക്കെ ചത്തുപോവേണ്ടതാണ്. അങ്ങനെ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള കമൻസാണ് നമ്മുടെ നാട്ടിൽ അടിമകളായ സഖാക്കൾ ഇടുന്നത്. അപ്പം ഇത്രയും ബുദ്ധിയില്ലാത്ത വർഗ്ഗങ്ങളാണോ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്? ഇത്രയും വിവരമില്ലാത്തവന്മാർ. രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളിൽ വ്യത്യാസം വരാം. പക്ഷേ ഒരു മനുഷ്യൻ ഇത്രയും സീരിയസ് കണ്ടീഷനിൽ കിടക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പോകുന്ന സമയത്തും ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമൻസ് ഇടാൻ ഇവിടെ നിന്നാണ് ഇവനൊക്കെ ഇത്ര ധൈര്യമെന്നാണ്. എന്ന് വെച്ചാൽ അത്രയും മനസാക്ഷിയില്ല, മനുഷ്യത്വമില്ല. ഇതൊന്നുമില്ലാത്ത വ്യക്തികളാണ് ഇത്രയും മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്നത്. സ്വന്തം പാർട്ടിയെ കുറ്റം പറയുന്നത് ആരാണെങ്കിലും അവരെന്തോ തീവ്രവാദിയെ പോലെ, അല്ലെങ്കിൽ അത്രയും മോശമായൊരു വ്യക്തിയായിട്ടാണ് അവന്മാർ കാണുന്നത്. ആ കമൻറ്റ് ബോക്സ് മൊത്തവും സലീം കുമാറിനെ പറ്റി എന്തുമാത്രം അധിക്ഷേപങ്ങളാണ് എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സഖാക്കളുടെ പോക്കെങ്കിൽ ഇനി ഒരു കാലത്തും യവന്മാർക്ക് ഭരണത്തിലിരിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഇനി പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. മറ്റു രണ്ട് പാർട്ടികളും വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സഖാക്കൾക്ക് മാത്രം വിവരവുമില്ല, ബുദ്ധിയുമില്ല, ബോധവുമില്ല. SFIയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ DYFI മെമ്പർ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്തും പറയാം, എന്തും ചെയ്യാം. അതൊരു ലൈസൻസ് പോലെയാണ് നമ്മുടെ നാട്ടിലെ കുറേ അടിമകൾ കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രത്യേകമുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ മറ്റൊരാൾക്കും കടന്നു കയറാനുള്ള യാതൊരു അവകാശവുമില്ല. സലീം കുമാർ UDFനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെയും UDFൻ്റെ കൂടെയാണ് നിന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം മോശമായ രീതിയിൽ കമൻ്റ് ഇടാനും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ഇത്രത്തോളം മോശമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ വന്ന് വൃത്തികേടുകൾ എഴുതി നിറയ്ക്കാനും നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? സലീം കുമാർ ഒരുപാട് മനുഷ്യരെ ചിരിപ്പിച്ചിട്ടുള്ളൊരു വലിയ കലാകാരൻ തന്നെയാണ്. വർഷങ്ങളോളം സിനിമയിൽ ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും പറ്റിയൊരു അതുല്യനായ കലാകാരൻ. നീയൊക്കെ എന്ത് നേടി? സ്വന്തം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരു ഗുണവുമില്ല. എന്തെങ്കിലും ഒരു സമരം വരുമ്പോഴോ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നട റോഡിൽ ഇറങ്ങി നിന്ന് അക്രമം കാണിക്കാനും, അല്ലെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മറ്റുള്ളവരെ മോശം പറയാനും, കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് ഇടാനും, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അധിക്ഷേപിക്കാനും മാത്രമാണ് നമ്മുടെ നാട്ടിലെ കുറേ സഖാക്കൾ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ മനുഷ്യത്വം എന്താണ്, മറ്റുള്ളവരെ എങ്ങനെയാണ് കാണേണ്ടത്, ഇതൊന്നും നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് അറിയത്തേയില്ല. അവരുടെ പാർട്ടി ആര് കുറ്റം പറഞ്ഞാലും പിന്നെ അവരെ കാണുന്നത് ഒരു തീവ്രവാദിയെ പോലെയാണ്. അവരെപ്പറ്റി എന്ത് മോശവും പറയും. അതിന് ഒരു ഉളുപ്പുമില്ല അവന്മാർക്ക്. അല്ലെങ്കിൽ ഒരു വ്യക്തി മരിച്ചു കിടക്കുകയാണ്,
അദ്ദേഹം വളരെ മികച്ചൊരു കലാകാരൻ കൂടിയായിരുന്നു. ഒരുപാട് പേരെ സന്തോഷിപ്പിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരുക എന്നല്ല, അയാളെ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞ് മോശപ്പെടുത്തുക എന്ന് വെച്ചാൽ മരിച്ചുപോയൊരു വ്യക്തി, ഇനി അതിലൊന്നുമില്ല. എന്നിട്ടും അതിനെപ്പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയുകയും അവരുടെ കുടുംബത്തിനെ കൂടുതൽ ദുഃഖത്തിലാക്കുകയും ചെയ്യുന്ന കുറേ അടിമകളെന്ന് പോലും പറഞ്ഞിട്ട് കാര്യവുമില്ല. തലയിൽ പൊതിച്ചോറാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചേനെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തത്തിൽ എന്തോ തീവ്രവാദിയെന്നോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയ നിലപാടുള്ളത് നല്ലതല്ലേ? അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അതിനാണ് ഇത്രയും നെഗറ്റീവ് ക്യാമ്പയിൻ എന്ന് വെച്ചാൽ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ എല്ലാ മരണ വാർത്തയുള്ള പോസ്റ്റുകൾക്കടിയിലും വന്ന് നെഗറ്റീവായിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇതുപോലത്തെ വൃത്തികെട്ട പരിപാടികൾ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇതിപ്പോൾ മുകളിലിരിക്കുന്നവനും താഴെ ഇരിക്കുന്നവനും എല്ലാം ഒരേ കോമൺ സെൻസാണ്. ഏറ്റവും മുകളിലിരിക്കുന്നവനും വിവരമില്ല, താഴെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടിമകൾക്കും വിവരമില്ല. രണ്ട് കൂട്ടർക്കും വിവരമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നവനെങ്കിലും അറ്റ്ലീസ്റ്റ് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ താഴെയുള്ള അണികൾ ഇത്തിരിയെങ്കിലും നന്നായി പോയനെ. ഇത് രണ്ട് കൂട്ടർക്കും ബുദ്ധിയില്ല. ഇത്രയും വിവരമില്ലാത്തൊരു പാർട്ടി ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എൻ്റെ സംശയമാണ്. എന്നിട്ട് അവർ പറയുന്നത് പാവപ്പെട്ടവൻ്റെ പാർട്ടി അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി. ഇതൊക്കെ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കുറേ പോയിൻറ്റ്സാണ്. മറ്റുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ED ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ്റെ കാർ തല്ലിപ്പൊട്ടിക്കുകയും അവൻ്റെ കുടുംബത്തിനുള്ള അന്നം വഴിമുട്ടിക്കുകയും ചെയ്ത ഇവന്മാരാണ് വന്നിരുന്ന് പറയുന്നത് നമ്മൾ പാവപ്പെട്ട തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന്. മറ്റുള്ളവരുടെ തൊഴിലിനെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ തൊഴിലിൽ നിന്ന് എങ്ങനെ കൈയിട്ട് വാരാൻ പറ്റുമെന്ന് എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ സഖാക്കളാണ് പറയുന്നത് തൊഴിലാളികളുടെ പാർട്ടിയെന്ന്. ഈ ഒരു പാർട്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ കുറ്റമല്ലാതെ ഒരു നല്ല കാര്യം പോലുമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യവന്മാർ ചെയ്ത ഒരു നല്ല കാര്യം പോലും പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാനില്ല. നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത ദ്രോഹത്തിനെ പറ്റിയാണെങ്കിൽ ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ എണ്ണിയാ തീരാത്തത്ര ദ്രോഹങ്ങളാണ് 10 വർഷം കൊണ്ട് ചെയ്തത്. എന്നിട്ടും ഇപ്പോഴും അതിനൊരു അന്ത്യം വന്നിട്ടില്ല. ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിട്ടും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റി ദോഷം പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് പറയാനും മാത്രമാണ് ഇതുപോലത്തെ അടിമകളായ സഖാക്കൾ പഠിച്ചിട്ടുള്ളത്. ഇത്രയും വിവരമില്ലാത്തൊരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് തന്നെ ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. കാരണം ഇത്രയും വർഷം സിനിമയിൽ നിന്നൊരു കലാകാരൻ 56-ാമത്തെ വയസ്സിൽ ലിവറിൻ്റെ അസുഖം വന്നാണ് അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേദിവസം പോലും ജനങ്ങളുടെ ഇടയിൽ ആക്റ്റീവായിട്ട് നിന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി അത്രത്തോളം പണിയെടുത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യവും പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം മോശമായ രീതിയിൽ കളിയാക്കാനും അല്ലെങ്കിൽ ഇത്രത്തോളം നെഗറ്റീവ് ക്യാമ്പയിൻ നടത്താനും നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് ഒരു ഉളുപ്പുമില്ല. ഇന്നിപ്പോൾ കാണാം നമ്മുടെ നാട്ടിൽ കുറേ മുന്തി എന്ന സഖാക്കൾ പോയിട്ട് സലീം കുമാറിനെ പറ്റി ഇങ്ങനെ പൊക്കി പറയും. അതേ സഖാക്കൾ തന്നെയാണ് തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിലെ അടിമകളെ കൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടിയിപ്പിക്കുന്നത്. ഇതൊന്നും ഇവർ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. ഇവർക്ക് മുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഓർഡർ കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഈ അടിമകൾ മറ്റുള്ളവരെ പറ്റി ഇത്രയും മോശമായ രീതിയിൽ പെരുമാറുന്നത്. സഖാക്കൾക്ക് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ മേലേ തട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ മുന്തിയനും സഖാക്കൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി കുറേ അടിമകളുമുണ്ട്. ഈ അടിമകളാണ് ഇതുപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ്സും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹമായ രീതിയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ടും ആ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയുന്നവനെ കൂടെ മോശമാക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത്. എന്തായാലും ഈ വരും തലമുറയെങ്കിലും ഇതുപോലെ ഈ അടിമകളായി ജീവിക്കാതെ അല്ലെങ്കിൽ ഈ അടിമവർഗത്തിൻ്റെ ഇടയിൽ ചെന്ന് പെടാതെ സ്വന്തമായി ചിന്തിച്ച് സ്വന്തമായി നല്ലൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിമത്വമാണ്. മേലേ തട്ടിലിരുന്ന് പറയുന്നവൻ എന്താണോ പറയുന്നത് അത് അതുപോലെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അടിമത്വം. മറ്റു പാർട്ടികളിലെല്ലാം സ്വന്തമായി ചിന്തിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ UDFിലുള്ള ഒരാൾ പാർട്ടി മാറി BJPയിലോട്ട് പോകുന്നു, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ
സ്വന്തം പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയാൽ പിന്നെ അവൻ്റെ കാര്യം തീർന്ന്. അവനെയും അവൻ്റെ കുടുംബത്തിനെയും നാറ്റിച്ച് എത്രത്തോളം മോശക്കാരനാക്കാൻ പറ്റുമോ അത്രത്തോളം മോശക്കാരനാക്കി. പിന്നെ അവരാണ് ഭരണത്തിലിരിക്കുന്നതെങ്കിൽ പോലീസിനെ കൊണ്ട് 10 കള്ളക്കേസും 2 പെണ്ണ് കേസും പിന്നെ അവൻ്റെ മോനെയും മോളെയും ഉൾപ്പെടെ സകലമാന എണ്ണത്തിനെയും എത്രത്തോളം നാറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം നാറ്റിച്ച് കുടുംബം കുട്ടിച്ചോറാക്കി വെണ്ണീറാക്കി കയ്യിൽ കൊടുക്കുന്നൊരു വർഗമാണ് നിലവിൽ നമ്മുടെ നാട്ടിലെ സഖാക്കൾ. മറ്റൊരു പാർട്ടിയിലും കാണാത്ത അത്രയും വൃത്തികെട്ട എന്ന് വെച്ചാൽ വിഷസർപ്പങ്ങളാണ് ഈ ഒരു പാർട്ടിയിലുള്ളത്. അത് മേലേ തട്ടിലായെങ്കിലും താഴെ തട്ടിലാണെങ്കിലും. അണികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വിവരമില്ലാത്ത കുറേ വർഗം. ഒരു ചുമന്ന കൊടിയും ഇങ്കുലാബും കേട്ട് കഴിഞ്ഞാൽ അപ്പം പിന്നെ പ്രാന്തളവിയ പോലെയാണ്. പിന്നെ നാട്ടിൽ ആരെയും എന്തും ചെയ്യാം, ആരെയും എന്തും പറയാം, അല്ലെങ്കിൽ എന്തും കാണിച്ചു കൂട്ടാം. പോലീസിനെ പോലും ഒരു പേടിയില്ലാത്ത കുറേ വർഗ്ഗങ്ങൾ. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 10 വർഷം ഒരു സമരം പോലും ഇല്ലായിരുന്നു. പക്ഷേ എന്നാണോ നമ്മുടെ സഖാക്കൾ പ്രതിപക്ഷത്ത് കയറിയത് അന്ന് തൊട്ട് നമ്മുടെ നാട്ടിൽ സമരങ്ങൾ വരാൻ തുടങ്ങി, അടിയുണ്ടാവാൻ തുടങ്ങി. ഇനിയിപ്പോഴത്തെ ഹർത്താലും വരാൻ പോവുകയാണ്. എന്തായാലും ഈ അടിമക്കൂട്ടങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുകയാണ്. മരിച്ചവരെ പോലും വെറുതെ വിടാത്ത ഒരു വർഗം. ഇത് നമ്മുടെ ഇന്ത്യയിൽ പോലും വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചുപോയി, അവരെ പോലും ഇത്രയും മോശമായ രീതിയിൽ നെഗറ്റീവ് കമൻസ് ഇട്ട് സമൂഹത്തിന് മുന്നിൽ വീണ്ടും അവരെന്തോ കുറ്റക്കാരനായി കാണാൻ ഇവർ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ, അത് മറ്റൊരു പാർട്ടിയും നമ്മുടെ ഇന്ത്യയിൽ പോലും ചെയ്യത്തില്ല. ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ മറ്റൊരു പാർട്ടി ഈ പരിപാടി കാണിക്കത്തില്ല. കാരണം ഇത്രയും നാൾ നമ്മളെ എല്ലാവരെയും ചിരിപ്പിച്ച് നമ്മളെല്ലാവരെയും ഹാപ്പി ആക്കിയിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇപ്പം ലിവറിന് അസുഖം വന്ന് മരിച്ചുപോയി. ആ ഒരു മരണം അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരാതെ അദ്ദേഹത്തിന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അല്ലെങ്കിൽ അദ്ദേഹം UDFൻ്റെ രീതിയിലാണ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഇത്രത്തോളം മോശമായ രീതിയിൽ കമൻ്റ് ഇടുകയും നീ മരിച്ചത് നന്നായി, നീ UDFകാരനല്ലേ, അല്ലെങ്കിൽ നീ ഇത്രയും നാൾ UDFൻ്റെ കൂടെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ്സ് ഇടാൻ നിനക്കൊക്കെ ഒട്ടും പൊളുപ്പില്ലല്ലോ എന്ന് ആലോചിച്ച് കേരളത്തിലെ മറ്റു ജനങ്ങൾ ഈ ഒരു പാർട്ടിയുടെ ഇത്രയും വൃത്തികെട്ട പ്രവർത്തികൾ കണ്ട് ലജ്ജയോടെയാണ് നോക്കുന്നത്. ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്ക്, അല്ലെങ്കിൽ നിൻ്റെയൊന്നും ഈ കമ്മ്യൂണിസം കേരളത്തിൽ ഒരിടത്തും വിറ്റുപോകത്തില്ല. കാരണം ഇപ്പം ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കാനും ജനങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ സ്വന്തം കീശയിലാക്കാനും വേണ്ടി നടക്കുന്നൊരു പാർട്ടിയാണെന്ന്. വല്ലാത്തൊരു പാർട്ടി തന്നെ, ഇത്രയും മനുഷ്യത്വമില്ലാത്ത കുറേ വർഗ്ഗങ്ങൾ.